ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഫൈദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ والقراءة فيها يصعد صلاته إلى السماء. ആ നമസ്കാരത്തിലുള്ളതാകുന്ന നൃത്തം, നമസ്കാരത്തിലുള്ള റുകൂഅ്, നമസ്കാരത്തിലുള്ള സുജൂദ്, നമസ്കാരത്തിലുള്ള ഓതല്, നമസ്കാരത്തിലുള്ള അമലുകൾ ഓരോന്നും അവൻ കൃത്യത വെച്ചുകൊണ്ട് സമയാസമയത്ത് അനക്കമടങ്ങിക്കൊണ്ട് പൂർത്തീകരിച്ചാണ് ചെയ്തതെങ്കിൽ യസാദു സലാത്തുഹു ഇല സമാ, അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ ദർബാറിലേക്ക് ഒന്നാം ആകാശവും 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം കഴിഞ്ഞ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം മലക്കുകൾ കൊണ്ടുപോകുമേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണേ സഹോദര, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഇശാ നമസ്കരിച്ചിട്ട് വാത് കേൾക്കാൻ വന്ന സഹോദരങ്ങളില്ലയോ? മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ? അസ്ർ നമസ്കരിച്ചവരില്ലയോ? സുബൈക്ക് ജമാഅത്തായി നമസ്കരിച്ചവരില്ലയോ? ഉറപ്പിക്കാൻ സാധിക്കുമോ സഹോദര, നിന്റെ നമസ്കാരത്തിൽ അനക്കമടങ്ങൽ ഉണ്ടായിരുന്നു? തുമഇനീനത്ത് ശാഫി മദ്ഹബിൽ ഫർദല്ലയോ, നിർബന്ധ ഘടകമല്ലയോ? അത് ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ യുവാക്കളുണ്ട്. യുവാക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്, അനിവാര്യമായി ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുതേ, നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞവനോട് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. അവസാന നബി തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദാ ഖുംത ഇലസ്സലാത്തി, നമസ്കരിക്കാൻ വേണ്ടി നീ നിന്ന് കഴിഞ്ഞാൽ, നീ നിസ്കരിക്കുന്ന സമയത്ത് അനക്കമടങ്ങണേ, അനക്കമടങ്ങിക്കൊണ്ട് നിൽക്കണേ. ഫഖറ മാ തയസ്സറ മിനൽ ഖുർആൻ, നിനക്ക് എളുപ്പമുള്ള വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ ഫാത്തിഹയോടൊപ്പം നീ പാരായണം ചെയ്യണേ.